നമുക്ക് ചില ക്ലോസ് ഷോട്ട് എടുക്കാൻ പോകുന്നത് തന്നെ കവിളിങ്ങനെ പിടിച്ച് ഇങ്ങനെ കണ്ട് തിരിയും, അപ്പോൾ ചോക്കും ഇങ്ങനെ. അതുകൊണ്ടാണ് നമുക്കവിടെ കവിളിങ്ങനെ ചോന്നിരിക്കുന്നില്ലേ ചില ഷോട്ടിൽ. അപ്പോൾ എനിക്ക് ശരിക്കും ജീവിതത്തിൽ ആ കഥ നടക്കുമ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഇല്ലല്ലോ, പക്ഷേ ഷോട്ടിൻ്റെ ഇടയിൽ പെട്ടെന്ന് ക്ലോസ് എടുക്കുമ്പോൾ ഇങ്ങനെ തുടുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ പല ടെക്നിക്കുകളും ഉണ്ട് പുള്ളിക്ക്. പുള്ളി കുറച്ചും കൂടി ബ്യൂട്ടി കോൺഷ്യസ് ആണല്ലോ. പക്ഷേ എപ്പോഴും ആളുകൾ കൂടുതലും ബ്യൂട്ടിഫിക്കേഷനെ ശ്രദ്ധിക്കുന്നുണ്ട് സിനിമയിൽ. അത് എനിക്ക് മനസ്സിലായത് ഷൂട്ടിങ് കണ്ടതുകൊണ്ടാണ്. കാരണം അവർ ക്യാരക്ടർ ആവാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ സിനിമ ആയതുകൊണ്ട് കുറച്ച് ഭംഗിയിലിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അതുകൊണ്ട് ഉറക്കത്തിന് എഴുന്നേറ്റ് വരുമ്പോൾ മുടിയും കറക്റ്റായിരിക്കും, ഡ്രസ്സും കറക്റ്റായിരിക്കുമല്ലോ. ഇപ്പോൾ വൃത്തിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഭയങ്കര കറക്റ്റായിട്ടുള്ള പെർഫെക്റ്റ് ആളായിരിക്കും, പെർഫെക്റ്റ് അക്ഷര സ്ഫുടതയിലൊക്കെ സംസാരിക്കും. പക്ഷെ അത് തന്നെയാണ് അവർ പുതിയ ഒരു ആക്ടർ ഉണ്ടാവാൻ സമയം എടുക്കുന്നത്. മമ്മൂക്കയും മോഹൻലാലിന് ശേഷം മമ്മൂക്കയും മോഹൻലാലും പോലെ തന്നെയാണ് ബാക്കിയുള്ള ആക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഫഹദ് വരുമ്പോഴാണ് ചേഞ്ച് ഉണ്ടാവുക. ഫഹദ് വരുമ്പോൾ സംഭവിക്കുന്നത് ഫഹദിൻ്റെ പോലെയാണ് ചൂടാവുന്നത്, ഡയലോഗ് പറയണത്. അതുവരെ മമ്മൂക്കാരും മോഹൻലാലും പോലെയാണ് എല്ലാവരും ഡയലോഗ് പറയണം. കാരണം അവരെ പോലെ ആവാനാണ് എല്ലാവരും നോക്കണം. അവരെ പോലെ ഇനി ഒരാളും ഉണ്ടാവില്ല, വേറൊരാളെ പോലെ ദ ബെസ്റ്റ് ആക്ടർ അല്ല എന്ന് ദ നെക്സ്റ്റ് ആക്ടർ ഉണ്ടാവുള്ളൂ. അപ്പോൾ പുതിയൊരാൾ വരുമ്പോൾ അയാളുടെ ശൈലികളാണ് ആളുകൾക്ക് കാണേണ്ടത്. മറ്റവരെ കണ്ടു കഴിഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ പടം ഷൂട്ടിങ് കാണുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ ഐഡിയാസൊക്കെയാണ് വരുന്നത്. ഇതിപ്പോൾ ഇവർ ചെയ്യുന്നതൊക്കെ ഓക്കെ, ഭയങ്കര പെർഫെക്റ്റ്. പക്ഷേ ഇതേപോലെ തന്നെ നമ്മൾ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന സമയത്താണെങ്കിലും ഈ ക്ലീൻ എന്ന് പറയുന്ന സാധനത്തിൽ ഞാൻ വിട്ടുപിടിക്കാൻ ശ്രമിക്കാറുണ്ട്. നാച്ചുറലായിട്ട് ഒരാൾക്ക് ഉണ്ടാകുന്ന വിയർപ്പും അല്ലെങ്കിൽ ഷർട്ട് ചുളിയുന്നതും അല്ലെങ്കിൽ മുഷിയുന്നതും ഒക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന് ലൊക്കേഷനിൽ നിന്ന് കാണുന്നതുകൊണ്ടാണ്. ഷോട്ടിന് മുന്നേ ഇവരെല്ലാവരും വൃത്തിയാവും വീണ്ടും. ആ വൃത്തിയ ആവശ്യമുള്ള ക്യാരക്ടറിന് മാത്രം അങ്ങനെ വൃത്തിയായാൽ മതി. അതുകൊണ്ടാണ് മമ്മൂക്കയൊക്കെ ഭരതൻ്റെ പടത്തിലും പത്മരാജൻ്റെ പടത്തിലൊക്കെ മമ്മൂക്കയും മോഹൻലാലും ചെന്ന് അഭിനയിക്കുമ്പോൾ അവർ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടിരിക്കണം. അവർ കുറച്ചും കൂടി നാച്ചുറൽ ക്യാരക്ടറായിട്ട് തോന്നില്ലേ. മറ്റുള്ളവരൊക്കെ കുറച്ചൊരു ഒരുക്കം നമുക്ക് ഫീൽ ചെയ്യാമല്ലോ, റിഫൈൻഡ് ആയിട്ടും. ഇപ്പോൾ ഫൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴാണെങ്കിലും പിന്നെ ലാലേട്ടനിലാണ് മുടിയൊന്ന് മാറിക്കിടക്കുന്നതും ഷർട്ടൊന്ന് മാറിക്കിടക്കുന്നതൊക്കെ. അധികം ആൾക്കാരിലും അങ്ങനെ വരില്ല. അവരൊന്നും കൂടി മിനുക്കിയിട്ടാണ് വരുള്ളൂ ഷോട്ടിന് മുന്നേ. ആ മിനുക്കുന്നത് ബ്യൂട്ടിഫിക്കേഷൻ അല്ല ശരിക്കും വേണ്ടത്, ക്യാരക്ടറൈസേഷനിലേക്ക് ആവുകയാണ് വേണ്ടത്. സിനിമയിൽ ബ്യൂട്ടിഫിക്കേഷന് ഒരു സ്ഥാനമില്ല. കണ്ടുവന്ന് ആദ്യം നമ്മൾ എന്തായാലും ഇമിറ്റേറ്റ് ആണ് ചെയ്യുന്നത്. കാരണം മോഹൻലാലിനും മമ്മൂക്കയും ചെയ്ത നമ്മൾക്കൊരു ഷോട്ട് കിട്ടുമ്പോൾ നമ്മൾ മുന്നേ കണ്ട പടങ്ങളിലെ ഷോട്ടുകളൊക്കെ വെച്ചിട്ട് അതേപോലത്തെ ഷോട്ട്, അതുപോലത്തെ അഭിനയമാണ് വേണ്ടത്, അങ്ങനെ ചെയ്യും. ആദ്യം നമുക്ക് ആളുകൾ അത് റെക്കഗ്നൈസ് ചെയ്യാതെയും നമുക്ക് പ്രശ്നമില്ലാതെയും പോകുന്നതെന്ന് വെച്ചാൽ അവരുടെ ബോഡി അല്ല, അതേപോലത്തെ ബോഡി ഇല്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ലാലേട്ടൻ്റെ പോലത്തെ ബോഡിയുള്ള ഒരാളാണെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കും ലാലേട്ടൻ ചെയ്തതാണ് ചെയ്യണത്. എൻ്റെ ബോഡി അതായത് തീരെ സാമ്യമില്ലാത്തതുകൊണ്ട് കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പിന്നീട് നമ്മൾ ഫഹദിൻ്റെ അഭിനയം കണ്ടിട്ട് നേരിട്ട് അപ്പോഴാണ് കുറച്ചും കൂടി കോൺഫിഡൻ്റ് ആയി. ഇത് ഫഹദ് ചാപ്പാകുരിച്ചില്ലേ, ഇത് ഫഹദ് ചൂടാവണ പോലെ തന്നെയാണല്ലോ, ഇത് കൊള്ളാൻ സംഭവം മനസ്സിലാവണം. ഞാൻ മുട്ടി ചൂടാവണ പോലെ ചൂടായിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അതുവരെ ചൂടാവണത് സുരേഷ് ഗോപി ചൂടാവണ പോലെയും മമ്മൂക്ക ചൂടാവണ പോലെയും ലാലേട്ടനെ അടിക്കണ പോലെ ഇടിക്കണ പോലെ ചിരിക്കുന്ന പോലെയൊക്കെയാണ്. അപ്പോൾ അത് നല്ലൊരു പരിപാടിയാണ്. ഫഹദ് പക്ഷേ ആദ്യം വന്ന സമയത്ത് അങ്ങനെയായിരുന്നില്ല. രണ്ടാമത് ചാപ്പാകുരിച്ചിലൊക്കെ വരുന്ന സമയത്ത് ഫഹദിനെ പോലെ പെർഫോം ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയത്. ഇപ്പോൾ എന്നെ പോലെയുള്ളൊരു പയ്യൻ എളുപ്പമുള്ള ആളാണ് ഫഹദ്, അത്ര ഹൈറ്റും എല്ലാം. ഞാൻ അവരെ പോലെ ചെയ്യേണ്ട നമ്മളെപ്പോലെ തന്നെ ചെയ്താൽ മതിയാണ്. അത് ആ ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ മാജിക് നഷ്ടപ്പെട്ടു. ഞാനിപ്പോൾ കാണുമ്പോഴൊക്കെ ഷോർട്ടായിട്ടല്ല കാണുന്നത്, പണ്ട് സിനിമയായിട്ടല്ല കാണണം. ഇപ്പോൾ നമ്മളൊരു ഷോട്ട് അത് ഷോട്ട് അതോടെ കട്ടാവും, ഇവിടെ കട്ടാവും, ഇവിടെ കട്ടായി, അത് കട്ടായി, ക്ലോസ് ആയി. അതിനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ മാജിക് കളിക്കാൻ അറിയണം. എന്തായാലും നമുക്ക് മാജിക് ഇല്ല പിന്നെ ജീവിതത്തിൽ. ഇപ്പം നമ്മൾ അങ്ങനെ മുറിച്ചെടുക്കുന്ന സാധനം ഒറ്റ ഇതിന് എടുക്കുന്നത് പോലെ ആൾക്കാർക്ക് തോന്നുന്നത് നമ്മുടെ ട്രിപ്പ്, അവരെ തോന്നിപ്പിക്കുന്നതാണ് നമ്മുടെ ട്രിപ്പ്.
ഇപ്പോൾ പടങ്ങൾ ചെയ്യുന്നതും ആൾക്കാരെ അവർക്ക് അതേപോലെ തോന്നിപ്പിക്കുന്ന സമയത്തും അവർ ആ ക്യാരക്ടർ അതേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ അവർക്ക് കിട്ടുന്നതും ഒക്കെയാണ് നമ്മുടെ ട്രിപ്പ്. ഇപ്പോൾ പടം കാണുന്നത് അങ്ങനെ വലിയ ഇൻട്രസ്റ്റിംഗ് അല്ല. പടം കാണുന്നത് കഴിഞ്ഞു, വർക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വർക്കാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയ. നമുക്ക് ഇനി മാജിക് കളിക്കുന്ന ആൾക്ക് മാജിക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതേപോലെ സിനിമ ഉണ്ടാക്കുന്ന ആൾക്ക് സിനിമ എൻജോയ് ചെയ്യാം. അവർ ബാക്കിയുള്ളവർ എൻജോയ് ചെയ്യുന്നതും നമുക്ക് എന്തെങ്കിലും റിഫൈൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഈ വിവേകാനന്ദൻ ചെയ്ത സമയത്ത് നമ്മൾ എന്തെങ്കിലും എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും അത് പുറത്ത് വന്ന് റിലീസാവുന്ന സമയത്ത് നമുക്കൊക്കെ പ്രശ്നങ്ങളായിട്ടേ കാണുള്ളൂ. അപ്പോഴേക്കും ആ ക്യാരക്ടറിൻ്റെ അതിൽ പ്രശ്നങ്ങളുണ്ടാവും ഒരുപാട്. ഇപ്പം നമ്മൾ ആരെങ്കിലും കണ്ടിട്ട് നന്നായി പറയുമ്പോൾ അതിലൊക്കെ മിസ്റ്റേക്സ് നമുക്ക് കാണാം. മിസ്റ്റേക്സ് നമുക്ക് കാണാം ഒരുപാടും. അല്ലെങ്കിൽ അതിങ്ങനെ ചെയ്യണമായിരുന്നു ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് നന്നായിട്ടൊന്നും തോന്നിയെങ്കിലും റിലീസാവുന്ന സമയമ്പോഴേക്കും ആ ധാരണയൊക്കെ മാറും. ഇതൊക്കെ മിസ്റ്റേക്സ്. പിന്നെ എന്തൊക്കെ ഇനി മാറ്റാം എന്നുള്ളതൊക്കെ നമുക്ക് ആ സമയത്ത് നമ്മൾ നോട്ട് ചെയ്യണത് അങ്ങനെയായിരിക്കും. അത് നോട്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ട് അടുത്ത പ്രാവശ്യം തന്നെ അങ്ങനെ ചെയ്യില്ല. പക്ഷെ അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മുടെ ഓർമ്മയിൽ അങ്ങനത്തെ ഷോട്ടുകളൊക്കെ വരുമ്പോൾ അത് നമുക്ക് ഓർമ്മയിൽ വന്ന് നമ്മൾ ചെയ്യും. അല്ലാതെ ഇതൊന്നും ഈ ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇന്ന് ഒബ്സർവ് ചെയ്ത് തുടങ്ങി അങ്ങനെയല്ലല്ലോ. നാച്ചുറലി സംഭവിക്കേണ്ടതല്ലേ. ഒരു സാധനത്തോട് നമുക്ക് തന്നെ ജെന്യുവനായിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ അത് നമ്മുടെ ഉള്ളിലേക്കും കാണുന്നതായിട്ടും കേൾക്കുന്നതായിട്ടുള്ള എല്ലാതും നമ്മളുടെ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനത്തിലേക്ക് വന്നു ചേരും. അതിനാണ് നമ്മൾ പറയില്ലേ ദ വേൾഡ് കം ആ ടൈം അല്ലെങ്കിൽ വേൾഡ് അതിനുവേണ്ടി നിനക്ക് ഒരുക്കി തരുമെന്ന് പറയണത്. അപ്പോൾ നമുക്ക് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ എന്തിലേക്കാണോ നിനക്ക് പോകേണ്ടത് അതിലേക്ക് എത്തിക്കും. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഭയങ്കര അങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് ഒബ്സർവ് ചെയ്യണ കാര്യങ്ങളല്ല. നമുക്ക് കാണുന്നതും കേൾക്കുന്നതും എല്ലാം അതിലേക്ക് അങ്ങനെ എത്തും. അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മുന്നിൽ ഒരു നല്ല ആക്ടേഴ്സും, കാരണം മലയാളത്തിലാണ് ഇത്ര അധികം ആക്ടേഴ്സിനും ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തുള്ള പടങ്ങളെ കണ്ടിട്ടില്ല. എന്നെ കുട്ടിയായിരുന്ന സമയത്ത് ആദ്യം അട്രാക്ഷൻ ഉണ്ടായിരുന്നത് എനിക്ക് ലാലേട്ടനോടാണ്. കാരണം വളരെ എനർജറ്റിക് ആയിട്ടുള്ള തലകുത്തി മറിയുക, ഓടുക, ഇടിക്കുക, ചാടുക, വെടികൊണ്ട് വീഴുക, മരിക്കണതിനും സ്റ്റൈലാണ് ലാലേട്ടൻ. വെടികൊണ്ട് വീഴുന്നതിനും സ്റ്റൈല്, ഓടുന്നതിനും സ്റ്റൈല്, പിന്നെ കളിക്കും, ചിരിക്കും, എല്ലാം ഒരു കുട്ടിക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യും. നമുക്ക് പക്ഷേ അത്ര ചെയ്യില്ലല്ലോ. നമുക്ക് അന്ന് കുറച്ച് സീരിയസ് ക്യാരക്ടേഴ്സ് അല്ലേ. അപ്പം മമ്മൂക്കാനോട് നമുക്ക് ഇഷ്ടം തോന്നി തുടങ്ങുന്നത് ന്യൂഡൽഹി, പിന്നെ നായർ സാബ്, കിങ്, അമരം, ആ സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഞാനൊരു 9ാം ക്ലാസ് ആ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് മമ്മൂക്കാനെ പോലെ ആയല്ലോ, വലിയേട്ടൻ പോലെ. എൻ്റെ താഴെ നീതിമാർ വന്നു, ഞാൻ പിന്നെ വലിയേട്ടൻ സ്ഥാനത്തേക്ക് എത്തി. അപ്പോൾ വലിയേട്ടനോട് സാദൃശ്യമുള്ള ക്യാരക്ടേഴ്സൊക്കെ ചെയ്യുന്നത് മമ്മൂക്കയാണ്. പിന്നെ മമ്മൂക്കാനോടായി. അങ്ങനെ ഈ 2 ആക്ടേഴ്സാണ് കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് കമലഹാസനാണ്. ഇവർ കൂടാതെ, മലയാളത്തിൽ നിന്ന് കൂടാതെ നമ്മൾ പടം കണ്ടിട്ടുള്ളത് കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കമലഹാസനെ നമുക്ക് ഓരോ പടത്തിലും വേറെ വേറെ ആളുകളായിട്ട് കാണാം. ഹിന്ദിയൊന്നും നമ്മൾ ഒരിക്കലും ഞാൻ ഹിന്ദി പടമൊന്നും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം കാണുന്നത് കഹോന പേർ എന്ന് പറഞ്ഞ പടം. അത് പിന്നെ അത് ആ ടീനേജിലായ കാരണം മസിൽ ഭയങ്കര പാട്ടും ഭയങ്കര ഹിറ്റൊക്കെ ആയിരുന്നല്ലോ. അങ്ങനെ ജിമ്മി പോകാനിടയാക്കിയത് ഹൃതിക് റോഷൻ. അങ്ങനെ കണ്ട തമിഴ് പടത്തിൽ രജനീകാന്തിൻ്റെ പടമൊന്നും കണ്ടിട്ടില്ല, കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ ആ സമയത്ത് മലയാളികൾ തമിഴ് പടം എന്ന് പറഞ്ഞാൽ കമലഹാസൻ്റെ പടം മാത്രമേ ഉള്ളൂ, രജനീകാന്തിൻ്റെ പടം കാണാൻ പോലും. ഇപ്പോഴാണ് ഫാമിലീസൊക്കെ രജനീകാന്തിൻ്റെ പടം. അന്ന് കമലഹാസനാണ് ആ കൂടി നമ്മുടെ സ്റ്റാർസ്. പിന്നെ ഹിന്ദിയിലാണെങ്കിലും അങ്ങനെ ഇല്ല, അങ്ങനെ ഹിന്ദി പടം ഒന്നും കാണാൻ വീട്ടിൽ നിന്ന് പോയില്ല. വീട്ടുകാരായിട്ട് ഹിന്ദി പടത്തിന് പോയില്ല. ഇപ്പോൾ പിന്നെ നമ്മൾ കുട്ടികൾ ആയി പോകുന്നു മാത്രമേ ഉള്ളൂ. എന്നാലും ഹിന്ദി പടം കുറവാണ്. അമീർ ഖാൻ്റെ പടം കാണാൻ പോകും. കാരണം മലയാളികൾക്ക് എപ്പോഴും ആക്ടറിനെയാണ് കാണേണ്ടത്, സ്റ്റാറിനെ അല്ല. രജനീകാന്തിൻ്റെ പടത്തിനൊന്നും പോകാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന് ഒരു പടം കണ്ടാൽ മതിയല്ലോ നമുക്ക്. എല്ലാ പടത്തിലും രജനീകാന്തല്ലേ, വിജയ് എല്ലാ പടത്തിലും വിജയല്ലേ. പക്ഷെ കമലഹാസൻ അങ്ങനെയല്ല. അപൂർവ സഹോദരങ്ങളിൽ ഇതിപ്പോൾ അത് ഒരാൾ തന്നെ ചെയ്തതെന്ന് എനിക്ക് അപ്പോൾ വിശ്വസിച്ചിട്ടേ ഇല്ല ഞാൻ. ആ കുള്ളനും മറ്റവളെ ലോകത്തെ ഒരാൾക്കാരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല.
അത് ഒരു കുഴപ്പമില്ലാതെ ഇപ്പോഴും നമ്മളങ്ങനെ നോക്കുക, അതിൻ്റെ ടെക്നിക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഷാറുഖ് ഖാൻ ചെയ്തല്ലോ ഇപ്പോൾ അടുത്ത്, അത് നമ്മൾ നോക്കുകയില്ല. കാരണം ഇന്നിപ്പോൾ 100 പേര് വന്നാലും ഒരേപോലത്തെ വന്നാലും നമുക്ക് അതിശയിക്കും. പക്ഷെ അന്ന് കുള്ളനായിട്ടുള്ള കമലഹാസൻ ഇത്തിരി തടിയുണ്ട് മൊത്തം, മറ്റാൾ കുറച്ച് സ്ലിമ്മും. ഒരേ ആൾ തന്നെയാണ് സെക്കൻഡ്. പക്ഷേ ആൾ നോക്കുമ്പോൾ ഇയാൾ മുട്ടുകുത്തിയിട്ടായിരിക്കണം. അപ്പം ഉണ്ടാവും വൈറ്റ് ഷോട്ടിൽ ഇയാൾ നടക്കണം കുള്ളൻ, മറ്റാൾ. അപ്പോൾ ഇതെങ്ങനെ നടന്ന് അവരതിനനുസരിച്ച് ഓരോ ഷോട്ടുകൾക്ക് അനുസരിച്ച് ട്രിക്ക് ചെയ്താണ്. ഇത് ചാപ്ലിൻസ് ട്രിക്കുകളാണ് ഇതൊക്കെ. ചാപ്ലിൻസ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ചാപ്ലിൻ മറ്റേ ഈ സ്കേറ്റ് സാധനത്തിൽ ഒരു 2ാം നിലയുടെ പോണ സംഭവമില്ലേ, അത് ഒറ്റ ഫ്ലോറാണ്. ഇതിൻ്റെ അപ്പുറത്തുള്ള പിക്ചറാണ്. ക്യാമറ ആംഗിളിൽ 2nd നില കാണുന്ന പോലെ ആ പിക്ചർ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ ചെയ്യും. ഇത് പഠിക്കണം പുള്ളി. നമ്മൾ വിചാരിക്കും ചക്രഷൂ പഠിക്കേണ്ട പുള്ളി, അത് പഠിക്കണം. മറ്റത് എഡ്ജല്ല. അങ്ങനെയാണ് ചാപ്ലിൻ്റെ പരിപാടികൾ. പിന്നെ റൂമിലെ ചെയർ മുഴുവൻ എടുത്ത് തുളത്തിടുന്നില്ലേ, ആ ചെയറിനും സാധാരണ ചെയറിൻ്റെ അത്ര വെയിറ്റ് ഇല്ല. ഒരു 100-200 നമുക്ക് പുറത്തിടാം. ഇതൊക്കെ പുള്ളി ട്രിക്ക് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ സർക്കസ് പടത്തിൽ അതിൻ്റെ മുകളിൽ കൂടെ നടക്കുന്ന സംഭവങ്ങളും. പിന്നെ സർക്കസിൽ സിംഹത്തിനായിട്ടുള്ള സീനില്ലേ, ഞാൻ അയച്ചത് ഗ്രാഫി ആദ്യം വിചാരിക്കും എന്താ പകുതിക്ക് എടുക്കും. അന്ന് ആദ്യം സിംഹത്തിൻ്റെ പോഷൻ എടുക്കും, പിന്നെ ചാപ്ലിൻ്റെ പോഷൻ എടുക്കും. നോക്കുമ്പോൾ സിംഹങ്ങൾ ക്രോസ് ചെയ്തും വരുന്നുണ്ട്, അടുത്തും വരെ വരുന്നുണ്ട്. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ മനസ്സിലായി ഇത് വേറെ ഒന്നും ചെയ്യില്ല. സിംഹം വളരെ അത്ര 7-8 വർഷം എടുക്കും. പുള്ളി ഒരു 7-8 വർഷം മുന്നേ പ്ലാനിങ് കൊടുക്കുക. സിംഹത്തിൻ്റെ കുട്ടീനെ വാങ്ങി പുള്ളി പാല് കൊടുത്ത് വളർന്നിട്ടില്ല. ആ സിംഹത്തിൻ്റെ തലയിൽ വായുടെ ഉള്ളിൽ തല കൊണ്ട് ഇട്ടാലും ചാപ്ലിനൊക്കെ അടിക്കില്ല. മനസ്സിലായ 7-8 വർഷം മുന്നേ പുള്ളി ആ പടത്തിൻ്റെ ആ സീനിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയത്. സിംഹത്തിനെ വാങ്ങി ഡെയിലി പാല് കൊടുത്ത് വളർന്നു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് അടിക്കുമോ, ആ കൂട്ടിൽ പോയി കിടക്കുക. അല്ലെങ്കിൽ പിന്നെ ചാപ്ലിനാണെന്നൊക്കെ നോക്കുമോ സിംഹം.